കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആ സ്ത്രീ മരിച്ചു എന്നൊടുവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുകയാണ്. തലയോലപ്പറമ്പ് സ്വദേശിയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ഗുരുതരാവസ്ഥയിലായിരുന്നു പുറത്തെടുത്തത്. കാഷ്വാലിറ്റിയിലേക്ക് പിന്നീട് അവരെ മാറ്റുകയും ചെയ്തു. അവരുടെ മരണം ഇപ്പോൾ ആശുപത്രി തന്നെ, കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. ചികിത്സയ്ക്കെത്തുകയോ അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരുടെ ഒപ്പം ഉണ്ടാവുകയോ ചെയ്ത ആളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. അത് ആ കെട്ടിടം തകർന്നു വീണതാണ്. അവിടെ ആരുമില്ല, അല്ലെങ്കിൽ അത് അടച്ചിടക്കുന്ന സ്ഥലമാണ്, അവിടേക്ക് ആരും പോകാറില്ല, അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ നേരത്തെ ഒഴിപ്പിച്ചു എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുമ്പോഴാണ് ഒരാൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി 2.5 മണിക്കൂർ അതിൽ പെട്ട് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്ന അത്യന്തം ദാരുണമായ, അങ്ങേറ്റം ദുഃഖമുണ്ടാക്കുന്ന വിവരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. സൂര്യശ്രീ, കേൾക്കാമെങ്കിൽ 2.5 മണിക്കൂർ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആ സ്ത്രീ മരിച്ചു എന്നിപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ് സൂര്യശ്രീ? വിജയകുമാർ, ദാരുണമായ വാർത്തയെന്ന് തന്നെ പറയാം. അപകടം നടന്ന ഏകദേശം 2.5 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്ത്രീയുടെ ശരീരാവശിഷ്ടം ലഭിച്ചിരുന്നത്. അത് അവരുടെ അവശിഷ്ടം ലഭിച്ചിരുന്നപ്പോൾ തന്നെ ഏകദേശം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. സ്വദേശിയാണ് ബിന്ദു എന്നാണ് അവരുടെ പേര്. 52 വയസ്സുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രി രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലയോലപ്പറമ്പ് സ്വദേശി 52 വയസ്സുള്ള ബിന്ദു അവരാണ് മരിച്ചത് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണ്ട് 2.5-3 മണിക്കൂറാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഈ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു കുടുങ്ങിക്കിടന്നത്. അവരതിൽ അകപ്പെട്ടു എന്ന് കണ്ടെത്താൻ തന്നെ വളരെ വൈകി. ആരുമില്ല എന്ന് നേരത്തെ മന്ത്രിമാരൊക്കെ പറഞ്ഞതുകൊണ്ട് അത്തരം ഒരു പരിശോധന അവിടെ നടന്നതുമില്ല. പരിക്കേറ്റ 2 പേരെ നേരത്തെ തന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോഴും അതിനിടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം പുറത്തറിഞ്ഞിരുന്നില്ല. പിന്നീട് അവരോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഒരാളെ പറ്റിയുള്ള വിവരങ്ങളില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന ബിന്ദുവിൻ്റെ കാര്യം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ നടത്തിയത്. ഈ അപകടമുണ്ടായ ആ സമയത്ത് തന്നെ അത്തരമൊരു തെരച്ചിലിനുള്ള സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പരാതി, ഒരാളെ കാണാനില്ല എന്ന പരാതി ലഭിച്ചിട്ടും പരിശോധനയ്ക്ക് വീണ്ടും വൈകി എന്നാണ് നാട്ടുകാർ, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. അവിടേക്ക് ഒരു JCB എത്തിക്കാൻ വൈകി, പരിശോധന വൈകിയെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകരൊക്കെ ഫയർഫോഴ്സിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതിനിടയിൽ